ആ എന്തൊക്കെ കാറ്റഗറിയാണ്? അള്ളാന്റെ വിധിനോട് മേലെയാണെന്ന് പറഞ്ഞാൽ കുഫറാകുന്നത്. മറക്കല്ല ഒന്ന്. പിന്നെ അള്ളാന്റെ വിധിന്റെ താഴെ എന്ന് പറഞ്ഞാൽ കബായിൽ വിടും. ഇതിന്റെ താഴെയായിട്ട് പിന്നെന്തിനാ അയാൾ ചെയ്യുന്നത്? എന്തിനാ? രണ്ടാമത്തെ ശരിയായില്ല, കുറച്ചും കൂടി ശരിയാക്കാണ്ട്. പിന്നെ രണ്ടാമത് ഇത് ഒരേപോലെയാണെന്ന് പറഞ്ഞാലും കുഫറാവും. പിന്നെ അത് ശരി, മറക്കല്ല. ഇത് ഒന്നും മൂന്നും ശരിയായി, രണ്ടാമത്തെ ശരിയായില്ല. അജുമ മറക്കല്ല. മറക്കല്ല. അള്ളാഹുവിന്റെ വിധിനേക്കാൾ താഴെയാണെന്ന് വിശ്വസിച്ചാൽ ഒരു നിലയ്ക്കും കുഫറാവൂല. ഇല്ല, അയ്യോ. പക്ഷെ അള്ളാഹിന്റെ വിധിന്റെ അത്രയൊന്നും മെച്ചമൊന്നുമില്ല, നല്ല കാര്യമൊന്നുമല്ല. പക്ഷെ ചെയ്യാം, ഇതുകൊണ്ടും എന്ത് ചെയ്യാം, വിധിക്കാം. അത് മൂന്നാമത്തേനും. ഒന്നാമത്തേന്ന് വെച്ചാല് ശ്രദ്ധിച്ചോ, അൽ ഹുക്കും ബിഗൈരി മാ അൻസലല്ലാഹ്. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അള്ളാഹുവിന്റെ വിധിയേക്കാൾ മികച്ചതാണെന്ത്? മറ്റേതെങ്കിലും വിധി, ഏതെങ്കിലും വിധി ആയിക്കോട്ടെ, മറ്റ് മതങ്ങളുടെ വിധിയോ മനുഷ്യന്മാരൊക്കെ കൂടിയിരുന്നുണ്ടാക്കുന്ന അങ്ങനത്തെ വിധിയോ, ഏതെങ്കിലും വിധികൾ അള്ളാഹുവിന്റെ വിധിയേക്കാൾ മികച്ച മേലെയാണ്. അതിനേക്കാൾ ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് ഉഷാറാണ്, കുറച്ചും കൂടി ഉഷാറാണ്. കുഫർ, ഷിർക്ക് എന്ന് പറഞ്ഞാല് എന്താ ഷിർക്കും കുഫറും തമ്മിൽ എന്താ ബന്ധം? എന്താ അതറിയാത്തോണ്ടാണല്ലോ ചോദിച്ചല്ലേ. അതായത് കുഫർ എന്ന് പറഞ്ഞാൽ ആമായിട്ടുള്ളൊരു കാര്യമാണ്. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാത്തിനും എന്ത് പറയാം? കുഫർ എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനാണ് എന്ത്? ഷിർക്ക്. ആ അത് ഷിർക്ക് എന്നല്ല. ഷിർക്ക് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഇപ്പോ ഇവർക്കും അത് അവകാശമുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ് എന്ത്? വിധി കൽപ്പിക്കാന്നുള്ളത്, വിധികർത്തൃത്വം എന്നുള്ളത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വേറൊരാൾക്കും അതിനെന്തുണ്ട്? അതിന് വിധി കൽപ്പിക്കാനുള്ള അധികാരം, ഭൂമിയിൽ വിധി കൽപ്പിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ഷിർക്കാണ്. നമ്മൾ പറഞ്ഞത് ശരിയാണ്. ആ ഒരു വിഭാഗത്തിലേ അവിടെ ഷിർക്ക് വരുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? അതിന് മൊത്തത്തിൽ കുഫർ എന്ന് പറയാം. പക്ഷെ അള്ളാഹുവിന്റെ മാത്രമാക്കപ്പെട്ട കാര്യത്തിൽ മറ്റൊരാളെ കൂടെ ചേർക്കുമ്പോഴെന്താവുക? ഷിർക്കാവുക. പക്ഷെ കുഫറിന് അങ്ങനെ നിർബന്ധമില്ല. കുഫറിന് പറഞ്ഞാൽ വ്യക്തമായി ദീൻ പരാമർശിച്ച കാര്യങ്ങൾക്ക് നേർവിരുദ്ധമാകും. അവിടുത്തെ ദീൻ സ്വീകരിക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയൊരു മേഖലയാണ് കുഫർ. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം മാത്രമാണ് എന്ത്? ഷിർക്ക്. അപ്പോ പറഞ്ഞു വന്നത് ഹുക്കും ബിഗൈരി മാ അൻസലല്ലാഹ്. അതിൽ ഒന്നാമത്തെ ഇനം അള്ളാഹുവിന്റെ വിധിയേക്കാൾ മികച്ചതാണ് മറ്റുള്ള വിധികളെന്ന് വിശ്വസിക്കുക, അഫ്ദലാണെന്ന് വിശ്വസിക്കുക മറ്റുള്ള വിധികൾ. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ വിധി പോലെ തന്നെയാണ് ഇതും, അതിന്റെ അതേ റേഞ്ചാണ്, അതേ പദവി തന്നെയാണ് ഇതും എന്നെന്ത് ചെയ്യാം? വിശ്വസിക്കാം. രണ്ടും ഒരേപോലെ തന്നെ മികച്ചതാണ് എന്നെന്ത് ചെയ്യുക? വിശ്വസിക്കുക. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ വിധിയേക്കാൾ താഴെ, ദൂനഹു, അതിനേക്കാൾ റേഞ്ച് കുറവാണ്, അതിന്റെ അത്ര മികച്ചതൊന്നും അല്ലത്. അപ്പൊ എന്താ അതിന്റെ വിധി? എന്താ? കുഫ്രാവോ? മേലത്തെ രണ്ടെണ്ണം ആദ്യം പറഞ്ഞ കുഫ്രാണ്. ഇത് രണ്ടെണ്ണം, ഇതിന്റെ വിധി എന്താ? അതിലാണ് ഷെയ്ഖ് പറഞ്ഞത്, ഒരാളത് അത് പറ്റുമെന്ന് വിശ്വസിക്കാം, അത് അങ്ങനെ പറ്റും, ജായിസാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ വിധിയേക്കാൾ ഇത് താഴെയാണ്, ശരി. പക്ഷെ ഇതുകൊണ്ടും വിധിക്കാം, അള്ളാഹുവിന്റെ വിധി കൊണ്ടും വിധിക്കാം,
ഈ വിധി കൊണ്ടും വിധിക്കാം, മറ്റുള്ള വിധികൾ കൊണ്ടും വിധിക്കാം. അത് അനുവദനീയാണ് എന്ന് വിശ്വസിച്ചാൽ അതെന്താ? അതും കുഫറാണ്. അങ്ങനെ വിശ്വാസം ഇല്ലാത്തൊരാൾ, ശ്രദ്ധിക്കണേ, ഒരാൾക്ക് അങ്ങനെ അള്ളാഹു വിധി കൊണ്ട് മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നൊരാൾ വിശ്വസിക്കാം. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? മറ്റൊരു വിധി കൊണ്ട് വിധിക്കുകയാണെങ്കിൽ അയാളുടെ വിധി എന്താ? അയാൾ കാഫിറാവോ? അല്ലെങ്കിൽ അത് കുഫറാണോ? അല്ലേ? നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാലും തെറ്റാണ്, ആണെന്ന് പറഞ്ഞാലും തെറ്റാണ്. വറക്കല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞ്? കുഫറുൻ ദൂന കുഫർ. അതിനാണ് പണ്ഡിതന്മാരെന്ത് പറയാ? കുഫറുൻ അസ്ഗർ എന്ന് പറയാം. കുഫറുൻ അസ്ഗർ എന്ന് പറയാം. പക്ഷെ ഗൗരവമുള്ള, വളരെ ഗൗരവമുള്ള വിഷയം. മോഡേൺ തക്ഫീരിലൊക്കെ ആ റിവായത്ത് സഹീഹല്ല എന്ന് പറയുന്നത്. ഈ സുലൈമാൻ ഖുർആനെ പോലത്തെ റൂസ് തക്ഫീരികൾ ഈ സഹീഹല്ല എന്നാണ് അവരുടെ അതിപ്പോ എന്തിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ റിയാദ് ബിൻ ഗനമിന്റെ ഹദീസില്ലേ, ഭരണാധികാരി നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? രഹസ്യമായി ഉപദേശിക്കണം. ഫലിയഖ്ലു ബിഹി എന്നുള്ള ഹദീസില്ലേ, ആ ഹദീസിനെ ദഈഫാക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. റിയാദ് ബിൻ ഗനമിന്റെ ഒരു ഭരണാധികാരി നിങ്ങൾ നസീഹത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ യുബ്ദിലഹു അലാനിയത്തൻ ഫലിയഖുദ് ബിയദിഹി ഫലിയഖ്ലു ബിഹി. അവനവന്റെ കൈ പിടിക്കുകയും രഹസ്യമായിട്ട് എന്ത് ചെയ്യട്ടെ, അവനുമായിട്ട് രഹസ്യമാകട്ടെ എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസിനെ ഒരു ദഈഫാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കതിൽ വകുപ്പുണ്ട്. എന്താ കാരണം അറിയോ? എന്താ കാരണം? ഈ ഹദീസിന്റെ, നമ്മൾ ഉസൂൽ ഹദീസ് പഠിച്ച ആളുകൾക്കറിയാം, ചില ഹദീസുകളിൽ അത് ഇപ്പോ ഒരു ഹദീസിന് മത്തിനും ഉണ്ടാവും. ഈ പറഞ്ഞ ഭാഗം എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഓതിയ ഭാഗം എന്താ? വായിച്ച ഭാഗം, അത് മത്തിനെന്നാ പറയാം. സ്വഹാബി പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ, അത് മത്തിനാണ്. അതിന് മേലേക്കൊരു ഭാഗമുണ്ട്. സ്വഹാബി മുതൽ ഈ ഉദ്ധരിക്കുന്ന ഇമാം അഹമ്മദ് ഉദ്ധരിച്ച റിവായത്താണിത്. ഇമാം അഹമ്മദ് വരെ ഒരു ഭാഗമാണ്. അത് ഞാൻ എന്ത് പറയാം? സനദ് എന്ന് പറയാം. ഈ സനദിലെ ആളുകളുണ്ടല്ലോ, ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇമാം അഹമ്മദ് നേരിട്ട് സ്വഹാബി എന്ന് കേൾക്കൂലല്ലോ, ഒരുപാട് കാലഘട്ടം. അപ്പൊ ഇമാം അഹമ്മദിന്റെ ഉസ്താദ് എന്ന് കേട്ടു, പിന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദ്, ഇങ്ങനെ, ഇതിനാണ് സനദ് എന്ന് പറയാം. ഈ സനദിലെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ന്യൂനതകൾ തീരെ പരിഗണിക്കാൻ പറ്റാത്ത ന്യൂനതകൾ ഉണ്ടാവും. എന്നുവെച്ചാൽ പച്ചക്കളവ് പറയുന്ന ആളുകളുണ്ടാവും. അവര് ഉദ്ധരിക്കുന്ന ഹദീസുകൾക്ക് എന്ത് പറയാ? മൗദൂആയ ഹദീസ് എന്ന് പറയാം. പക്ഷെ ഖദ്ദാബായിട്ടുള്ള ഏതെങ്കിലും ഒരാള് ഈ സനദിലുണ്ടെങ്കിൽ ആ ഹദീസിന് എന്ത് പറയാം? മൗദൂആയ ഹദീസ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ വലിയ അപാകതകളൊന്നുമല്ല, ചെറിയ എന്തോ സയ്യുൽ ഹിഫ്ൽ എന്നൊക്കെ പറയുന്ന ചെറിയ ഹിഫ്ലാക്കുന്നതിൽ ചെറിയൊരു അപാകത ചില സമയങ്ങളിൽ പറ്റിയിട്ടുള്ള അങ്ങനെയുള്ള ചെറിയ ഉള്ള റിവായത്തുകളാണെങ്കിൽ എന്തു സംഭവിക്കും? ഇതേപോലെ തന്നെ വേറെ സനദുകൾ ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു സനദ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹദീസ് ലൊയ്ഫാണെന്ന് പറയും. ഇവര് ബാധിക്കുന്ന പോലെ ഈ ഒരു റിവായത്ത് സനദ് മാത്രമല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ലൊയ്ഫാണെന്ന് പറയും. ഇവര് പ്രത്യക്ഷത്തിൽ കാണിക്കുക അങ്ങനെ തന്നെയാണ്. ഈ സനദിൽ ഈ റാവിയുണ്ട്, ആ റാവിനെ പറ്റി ഇമാം ദഹബി അങ്ങനെ പറഞ്ഞു, ഇബ്നു ഹജർ അങ്ങനെ പറഞ്ഞു, അപ്പൊ ഇതെങ്ങനെ സ്വഹീഹാവോ ചോദിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ തന്നെ ചെറിയ അപാകതയുള്ള വേറൊരു സനദ് അപ്പുറത്തുണ്ടെങ്കിൽ അതിന് ഷുറൂത്ത് ഞാൻ മനസ്സിലാൻ ചുരുക്കി പറയണം. അതിൽ ഒരുപാട് ഷുറൂത്തുകളൊക്കെ ഉണ്ട്. ആ ഷുറൂത്തുകളൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ ഈ ഹദീസ് എന്താവും? മൊത്തത്തിൽ ഹസനുൻ ലിഗൈരിഹിയാവും. ഹസനുൻ ലിഗൈരിഹി എന്ന് പറഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം? അവലംബിക്കാം. പക്ഷെ റസൂല് പറഞ്ഞതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അമലാക്കുകയും വിശ്വസിക്കാനൊക്കെ പറ്റും. എന്നുവെച്ചാൽ അവലംബയോഗ്യമായ ഹദീസായി തീരുന്നർത്ഥം. അതിന് ഹസനുൽ ലിഗൈരിഹി എന്ന് പറയും. അങ്ങനെ ഹസനുൽ ലിഗൈരിഹി ആയിട്ടുള്ള ഹദീസാണ് എന്ത്? ഈ റിയാദ് ബിൻ ഗനമിന്റെ ഹദീസ്. അല്ലെങ്കിൽ ഇവർ പറയുന്ന മിക്ക ദഈഫാണെന്ന് പറയുന്ന മിക്ക കാര്യങ്ങളും അന്വേഷിച്ചാൽ ഇങ്ങനെ കിട്ടും, ഹസനുൽ ലിഗൈരിഹി ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഇതിപ്പോ അസർ, ഇനിയിപ്പോ ശരി അവർ പറയുന്നത് നമ്മളൊക്കെ എന്ത് ചെയ്യാം? ഈ അൽ ഹുക്കും ബി ഗൈരി മാ അൻസലല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ ഈ റിവായത്ത് കുഫറുൻ ദൂന കുഫർ ദഈഫ് ആണെന്ന് തന്നെ വെച്ചോ. ഖുർആൻ എടുക്കാം. ഖുർആൻ എന്തായാലും ദഈഫ് ഉണ്ടെന്ന് ആരും പറയില്ലല്ലോ. ഖുർആനിൽ അല്ലാഹു വമൻ ലം യഹ്കും ബി ഗൈരി മാ അൻസലല്ലാഹ്
ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് മാത്രമേ ആയത്തുള്ളൂ. ആണോ? ഒരായത്തിൽ എങ്ങനെയുള്ളത്? അതൊക്കെ തൊട്ടടുത്ത് തന്നെയാണേ. അതിന് ഏറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുത, നിഷേധിക്കുന്നവർക്ക് അങ്ങനെ എളുപ്പത്തിൽ നിഷേധിക്കാൻ സാധിക്കില്ല. വളരെ അടുത്തടുത്ത് തന്നെയുള്ളത്. ഒരായത്തിൽ പറഞ്ഞു വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. വേറൊരായത്തിൽ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. പിന്നെ വേറൊരായത്തിൽ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. പക്ഷെ ചെയ്യുന്ന വ്യക്തിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? വിധി വ്യത്യാസപ്പെടും. ചെയ്യുന്ന വ്യക്തിക്ക് അനുസരിച്ച് വിധി വ്യത്യാസപ്പെടും അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതെന്താ പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, സമയമായോ? ഇതുകൂടി പറഞ്ഞോണ്ട് അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഇന്നത്തെ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ അവരുടെ ഭരണത്തിന് കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്? പല ഹറാമുകളും നടക്കുന്നുണ്ട്. അപ്പൊ ഇവരതെന്ത് ചെയ്യണം? അത് നടക്കണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇവര് തീരുമാനിച്ച് വിധി കൊടുക്കണമല്ലോ. വിധി കൽപ്പിച്ചാലേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ. ഇവിടെ ഒരു ഹറാമ് നടക്കണമെങ്കിൽ ഇവരുടെ വിധി എന്തായിരിക്കും? കിതാബ് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി ആയിരിക്കൂല. അതവർ പറയുന്നത് ശരിയാണ്. കാരണം കിതാബ് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരിക്കലും എന്താവൂല? ഹറാം ഒരിക്കലും വരൂലല്ലോ. അപ്പൊ ഇവിടെ ഹറാമുകൾ വ്യാപകമായി പലതും ഭരണാധികാരികളുടെ അനുവാദത്തോടുകൂടി നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവര് ഇവിടെ വിധിക്കുന്നത് കിതാബ് സുന്നത്തും കൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ല അവരെന്ത് ചെയ്യുന്നത്? ഇവിടെ വിധിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു അവതരിപ്പിച്ചുകൊണ്ടല്ല ഇയാൾ വിധിക്കുന്നെങ്കിൽ അയാൾ കാഫിറായി. അപ്പൊ ഇയാള് കാഫിറാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ആദ്യം ഈ നിലപാടെടുക്കും. സൗദി ഭരണാധികാരി കാഫിർ. ആദ്യ സ്റ്റെപ്പ് അതാണ്. കാരണം മുൻകറാത്തുകൾ വ്യാപകമാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം സൗദി ഭരണാധികാരി കാഫിറാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ? സൗദി ഭരണാധികാരിയെ ഇവിടത്തെ ഉലമാക്കളും മറ്റുള്ള സാധാരണക്കാരും കാഫിറാക്കുന്നുണ്ടോ നോക്കും. അടുത്ത സ്റ്റെപ്പാണ്. ശ്രദ്ധിക്കണേ, ഇവരുടെ സ്റ്റെപ്പാണ്. ഇവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഇവരുടെ ഓരോ ചുവടുകളും പോകുന്നത്. ഇതിനെങ്ങനെ ഇത്ര തന്നെ വിശദീകരിച്ച് പറയുന്നതിനെ വെച്ചാൽ അത്രയും ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവരുടെ സൗദി ഉലമാക്കള് അല്ലെങ്കിൽ ഇവിടത്തെ മറ്റുള്ള ആളുകൾ, സാധാരണക്കാര് അല്ലെങ്കിൽ ജുംഹൂർ എന്ന് പറയുന്ന ആളുകൾ, അവാമുന്നാസ്, ഇവര് ഈ ഭരണാധികാരിയെ കാഫിറായി കാണുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ എന്താ? ഇവര് കാഫിറായി കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത കായിക എന്താ? അടുത്ത കായിക കാഫിറിനെ കാഫിറാക്കാത്തവൻ കാഫിർ. അപ്പൊ എന്തായി? ചുരുക്കി പറഞ്ഞാൽ എന്താ? ഇപ്പൊ റിസൾട്ട് എന്തായി? സൗദി മൊത്തം കാഫിറുകളാണ്. വയസ്സായ ഉമ്മമ്മമാര് വരെ, ചെറിയ കുട്ടികൾ വരെ ഒക്കെ കാഫിറുകളാണ്. എല്ലാം കാഫിറുകളാണ്. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാനെന്തോ കുറെ 1-9 കൂട്ടി പറയണമെന്ന് തോന്നണ്ട. ആ വിശ്വാസം അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ പലയിടത്തും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. റിയാദില് ഒലയ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അവിടെ പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏതൊരു പോലീസ് സ്ഥാപനം സ്റ്റേഷൻ പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ട്, ഏതൊരു പള്ളി. ഇതൊക്കെ എങ്ങനെ പൊട്ടിത്തെറിച്ചെന്താ? എങ്ങനെ പൊട്ടിത്തെറിച്ചത്? കൊല്ലാൻ വേണ്ടി തന്നെ പൊട്ടിത്തെറിപ്പിക്കുന്നതാണ്, പേടിപ്പിക്കാനൊന്നുമല്ല. കൊല്ലാൻ വേണ്ടി തന്നെയാണ്. ഇവര് കൊല്ലുന്നത് എന്താ കൊല്ലുന്നത്? ഇവരോട് ചോദിച്ചെന്താ പറയാ? തെളിവെന്താ പറയാ? മൻ ബദ്ദല ദീനഹു ഫഖ്തുലു. പക്ഷെ മുർത്തദായാൽ എന്താ വിധി? എന്താ? കൊല്ലണം. അപ്പോ ഇവന്റെ വിചാരം എന്താ? ഇവൻ റസൂൽ അനുസരിക്കണമെന്ന്.
അള്ളാഹിനെ അനുസരിക്കണം. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വേറെയും ഒരുപാട് വിഷയങ്ങളുണ്ട്. സമയം ഇപ്പം തന്നെ ഒരുപാടായിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുക, പലരുടെയും മുഖങ്ങൾ, മുഖം ഹൃദയത്തിന്റെ കണ്ണാടി എന്ന് പറയില്ലേ, ഉള്ളിലുള്ള ആ ഒരു ഉറക്കം വരവും ക്ഷീണവും പ്രയാസവും ഇരിക്കാനുള്ള പ്രയാസവും എല്ലാം നിങ്ങൾ വളരെ ചിരിച്ച് പുഞ്ചിരിച്ച് അഭിനയിച്ചിരിക്കുമ്പോഴും മുഖത്ത് പ്രകടമാണ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഈ ഒരു ജുഹദ്, ഇത് ജുഹദ് തന്നെയാണ്. ഈ ഒരു ഇത് ഈ ഇരുന്ന് കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയ പണിയുള്ള കാര്യം തന്നെ. നിങ്ങളെന്താ വിചാരിച്ച് തൊലബിൽ ഇത്രയധികം ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ അത് വെറുതെ കിട്ടുന്നതല്ല. ഒരു കാര്യത്തിന് അത്രയും പ്രതിഫലം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അത്രയും പണിയുള്ള കാര്യമായിരിക്കും. എപ്പോഴും മനസ്സിലാക്കുക ഒരു കാര്യത്തിന് അത്രയും പ്രതിഫലം ഉണ്ടെങ്കിൽ അതിന് അത്രയും പണിയുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ പരിശ്രമം മറ്റാർക്കും നിങ്ങളുടെ അത്ര പരിശ്രമിക്കാൻ കഴിയാത്ത ആളുകളും പുറത്തുള്ളവർ, നിങ്ങളുടെ അത്രയും പരിശ്രമിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെ ഇരിക്കാത്ത ആളുകൾ. എല്ലാവരും അല്ല, ഉതിറുള്ള ആളുകളുണ്ടാവും. അപ്പോ അള്ളാഹു എന്ത് ചെയ്യട്ടെ, നിങ്ങളുടെ പരിശ്രമം അത് നിങ്ങളിൽ നിന്ന് സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുകയും ഈ കാര്യങ്ങൾ ഇതിപ്പോ നിങ്ങൾക്ക് പലർക്കും ഈ കാര്യങ്ങൾ ചിലപ്പോൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും പല ആളുകളും, ബറക്കല്ല. അപ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ ഒരു വലിയൊരു അറിവായി ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല. ഒരു ഓർമ്മപ്പെടുത്തൽ, ആ ഒരു നിലയ്ക്കും അത് ഉപകാരമാണ്. പക്ഷെ ഇത് അറിയാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ശുഭഹത്തുകൾ പെട്ടുപോയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ഇങ്ങനത്തെ ഒരു അറിവുകളിൽ ഏതെങ്കിലും ഒരു മസാല മതി ഹിദായത്തിലേക്ക് വരാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ഇത്തരം കാര്യങ്ങൾ മസാലകൾ പ്രചരിപ്പിക്കണം. അത് എന്റെ ക്ലാസ് ഒരുപാട് ആളുകൾക്ക് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറയുന്നില്ല. ആളുകൾക്ക് ഹിദായത്ത് കിട്ടാൻ, വ്യക്തികളൊന്നും ഇവിടുത്തെ വിഷയമല്ല. നമുക്ക് വലുത് മനഹജാണ്, ശരിയായ അഖീദയാണ്. ആ അഖീദയിലേക്ക് ആളുകളെ എങ്ങനെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം നമ്മൾ ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് റബ്ബ് നമുക്ക് നമ്മുടെ സലഫിയായിട്ട് റബ്ബ് ഇപ്പോ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അതിൽ ഒരു പങ്കുമില്ല. മനസ്സിലായിക്കോ, റബ്ബ് നമ്മൾക്ക് തന്നിട്ടുള്ളൊരു വലിയ അനുഗ്രഹം തന്നെ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. നമ്മളെക്കാളും ബുദ്ധിയുള്ള, നമ്മളെക്കാളും ദീന്റെ വിഷയത്തിൽ പരിശ്രമിക്കുന്ന, നമ്മളെക്കാളും ആത്മാർത്ഥത കാണിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ട്. നമ്മൾ വലിയ മഹാന്മാരായി നടിക്കണ്ട, ചമയണ്ട. നമ്മളെക്കാൾ എത്രയോ മികവ് കാണിക്കുന്ന, എന്തൊക്കെയോ പരിശ്രമങ്ങൾ ആവുന്ന രൂപത്തിലൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകൾ സലഫിയത്തിലേക്ക് എത്താൻ നടക്കുന്നുണ്ട്. നമ്മൾക്കിത് കിട്ടിയ റബ്ബിന്റെ ഔദാര്യം മാത്രമാണ്. നമ്മൾക്കതിൽ ഒരു അർഹതയില്ല. ഈ അനുഗ്രഹമായി കണക്കാക്കാതെ അതിന് വേണ്ട വിധം ശുക്ർ കാണിക്കാതെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോയില്ല എന്ന് ഒരാൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ ശുക്ർ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഈ സലഫിയത്ത് അത് മരിക്കും വരെ, മലക്കുൽ മൗത്ത് റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് എടുത്ത് കളയുന്നവരെ ഈ സലഫിയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അനുഗ്രഹത്തിന് ശുക്ർ കാണിക്കണം. അതിനെന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ ദർസിൽ ആദ്യം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒക്കെ പരമാവധി മുറുകെ പിടിക്കുക, കഴിയുന്നത്ര. നമുക്ക് പറ്റൂല, നമ്മൾ അജസ് കാണിക്കണം. ഞാനിപ്പോൾ ആരാ, എനിക്ക് എത്ര തിരക്കുകളില്ലേ, എന്നൊക്കെ എത്ര കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വയസ്സായില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പ്രാരാബ്ദങ്ങളില്ലേ, എനിക്ക് അതൊക്കെ നോക്കാനില്ലേ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട് ഇപ്പം എന്താവാനാ, ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങളായില്ലേ പിന്നെ ആരാവുക? ആരും ഇല്ല ഈ ദുനിയാവില്. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ മേലുള്ള അമാനത്ത് വളരെ വലുതാണ്. പഠിക്കൽ മാത്രമല്ല, അമല് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ പെരുമാറ്റമോ നമ്മുടെ ഏതെങ്കിലും ഇബാദത്തോ കണ്ടിട്ട് അയ്യേ ഇതാണോ സലഫി എന്ന് ഒരാൾക്ക് തോന്നിയിട്ട് അയാൾ സലഫിയത്ത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. ഇത് നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ഓരോ അനുഗ്രഹവും റബ്ബ് നമ്മളോട് ചോദിക്കും.
സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് പറഞ്ഞപ്പോൾ ആ ഹദീസ് വിശദീകരിക്കുന്ന ആ സംഭവത്തിൽ ഒരു ചെറിയൊരു നേരത്ത് വിശപ്പടക്കാൻ പറ്റാണ്ട് പ്രയാസപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലൊന്ന് വിരലിനൊടിച്ചാൽ ലോകത്തുള്ള ഏറ്റവും മുന്തിയ സാധനങ്ങൾ അവിടെ എത്തിക്കും. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുള്ളത്. ഒരാളോടൊന്നും പറയാതെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല വിശപ്പ് സഹിക്കാണ്ട്. ഒന്ന് ഉറങ്ങാനാ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുഴുകാനോ ഒന്നും പറ്റാതെ ഇടങ്ങാറായിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഒരു നിവൃത്തിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേപോലെ വിശപ്പ് സഹിക്കാണ്ടെന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു കാണാം. വിശപ്പ് സഹിക്കാണ്ട് ഇറങ്ങിയതാണ്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു കാണാം. ഇവരൊക്കെ വിശപ്പ് സഹിക്കാൻ നടക്കുമ്പോൾ അവസാനം സ്വഹാബി കൊണ്ട് ഭക്ഷണം. ഈ സംഭവം നമുക്ക് അറിയുന്ന ഈ ഭക്ഷണം കഴിച്ച് വയറൊന്ന് ഒതുങ്ങിയ പിന്നെ ബിസിനസ് ഓതുന്ന ആയത്താണെന്ത്? ഇതും റബ്ബ് ചോദിക്കും. ആ ഒരു അനുഗ്രഹം ചോദിക്കുമെങ്കിൽ സലഫിയത്തിനെ പറ്റി ചോദിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു നേരം നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ഒരു സെക്കൻഡ് നമ്മൾ സലഫിയത്തിന് വിട്ടുപോയി കഴിഞ്ഞാൽ പോയ തന്നെ. നിങ്ങൾ അത്രയും വലിയ അനുഗ്രഹത്തിലാണ്. ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിൽ തിരിച്ചറിയണം. അത് ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം തിരിച്ചറിയുന്നതിന് വെച്ചാൽ നമുക്കതിൽ നമ്മളിപ്പോ പോകുന്ന പോലെ പോരാ. മാറ്റം വരുത്തി മെച്ചപ്പെടാനുണ്ട്, ഉഷാറാവാനുണ്ട്, ശരിയാക്കണം, മാറണം. അങ്ങനെ മാറി അങ്ങനെ ശുക്ർ കാണിക്കുന്ന നല്ലൊരു ആളുകളിൽ റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആളുകൾ റബ്ബ് സുബ്ഹാനഹു ഓരോരുത്തരും ചെയ്യട്ടെ, ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. ഇങ്ങനെ ഈ ശുക്ർ കാണിക്കുന്നതിന്റെ ഇവിടെ പറഞ്ഞോട് അവസാനിപ്പിക്കാം. ഇങ്ങനെ ശുക്ർ കാണിക്കുന്നതിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞ ഇൽമ്. ആ ഇൽമിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിത്തനകൾ വരുമ്പോഴെങ്കിലും എന്ത് ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക. ഉലമാക്കളെ പറ്റി പറയുന്നത് ഫിത്തന വരാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അത് എന്ത് ചെയ്യും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. സാധാരണക്കാരന് ഫിത്തന വന്നു കഴിഞ്ഞൊക്കെ എല്ലാം ഫസാദാക്കി കഴിഞ്ഞ് പിന്നെ തിരിച്ചു ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് എന്ത് ചെയ്യുക, ആളുകൾക്ക് അത് ഫിത്തനാണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫിത്തന ആ ഒരു വരുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ അതുപോലും അത് ഏറ്റവും മിനിമം അളവാണ്. അതുപോലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം അള്ളാഹുവിന് മുസ്തആൻ. നമ്മളന്ന് വളരെ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു ചെയ്യട്ടെ നമ്മളെല്ലാവരുടെയും നല്ല നിയത്തുകൾ അത് റബ്ബ് സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും പൂർത്തീകരിച്ചു തരികയും ആഖിറത്തിൽ ഒരുപാട് വലിയ പദവികളിലേക്ക് എത്താൻ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന. ഇത് ഒരുപാട് വിഷയങ്ങളുണ്ട്, പറയാത്തതുണ്ട്, സംശയങ്ങളുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, നേരിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ഡിതന്മാരോട് ചോദിക്കുക, സംസാരിക്കുക. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, ഇത് എന്താ പറയുക, ഒരുപാട് വിശദീകരിച്ച് ചരിത്രമൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു സന്ദർഭമല്ല ഇത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ തടി സലാമത്തലാക്കാണ് വിഷയം. ഖുവാൻഫുസക്കും വാഹലിക്കും നാറ, ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ട അള്ളാഹു അലം, ഞാൻ പഠിച്ചിടത്തോളം അതിന് വേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എല്ലാം പറഞ്ഞിട്ടില്ല. അതും പരമാവധി ആശയം ചുരുങ്ങിപ്പോകാത്ത രൂപത്തിൽ വേഗത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു അലം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ റബ്ബ് പുറത്തു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും സലഫിയത്ത് 100 ആയിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ, അതങ്ങനെ നരകത്തിലൊരു തരി പോലും പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക മാത്രമല്ല, ഏറ്റവും മുകളിൽ ഏറ്റവും മഹാന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വർഗത്തിലെ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.